ദേവനൊരു സൈക്കോ തെറാപ്പിസ്റ്റാണ്. അതെ. യമുന റാണി എൻ്റെ സ്ഥിരം പേഷ്യൻ്റ്. അതായത് ചോദിക്കാൻ വന്നത് യമുന റാണി അപ്പോൾ വേറെ ഡോക്ടർമാരെ കാണാറില്ല എന്നാണ് ചോദിക്കാൻ വന്നത്. ഇപ്പം ഇതുവരെ അങ്ങനെ വേറൊരു ഡോക്ടറെ കാണേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞൊരു 4 വർഷമായിട്ട്. യമുന പേഷ്യൻ്റാണ്, പക്ഷെ പേഷ്യൻസ് കൂടുതൽ എനിക്കാണ്. രോഗികളെന്നല്ല, പേഷ്യൻസ്. ക്ഷമ. അല്ല, ആ പറഞ്ഞത് സത്യം തന്നെയാ ചേട്ടാ. കാരണം ഇദ്ദേഹത്തെ എൻ്റെ ജീവിതത്തിലേക്ക് ഇദ്ദേഹം വന്നതിന് ശേഷം ഒരുപാട് എൻ്റെ ലൈഫ് ടോട്ടലി എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ടോട്ടലി എൻ്റെ ക്യാരക്ടർ തന്നെ മാറ്റി മറിച്ചുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ച് വരുത്തിയത് പുള്ളി. ഞാൻ യമുനയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്, ഞാൻ ഒരിക്കലും പങ്കെടുക്കാൻ പാടില്ലാത്ത സ്വഭാവത്തിലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പങ്കെടുത്തതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റും മണ്ടത്തരവും. എൻ്റെ പ്രേക്ഷകർക്ക് എന്നോട് അന്ന് കടുത്ത അമർഷവും അവർ രേഖപ്പെടുത്തി പലരും. പാടില്ലായിരുന്നു, ഞങ്ങൾക്കതല്ല നിങ്ങളിൽ നിന്ന് കാണേണ്ടത് എന്ന്. പക്ഷേ യമുന അതേ സ്വഭാവത്തിൽ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ ആവിഷ്കരിച്ച മറ്റൊരു ഷോയിൽ പങ്കെടുത്തു. അത് ഒരുപാട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, ശാശ്വതമായി ശരിയും തെറ്റുമൊന്നുമില്ല, അത് ആപേക്ഷികമാണ്. ചിലർക്ക് ചിലത് സാരമില്ല, അല്ലേ? അതല്ലേ അതിൻ്റെ ശരി. അതെ അതെ അതെ. അല്ല, പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇനി വിളിച്ചതെന്ന് തോന്നല്ലേ? ആ സമയത്ത് കറക്റ്റ് സമയത്ത് പ്രേക്ഷകർ പറഞ്ഞു ഇനി വിളിക്കണം. ഇല്ല, എല്ലാവർക്കും ഭയങ്കരമായിട്ട് എനിക്ക് നേരത്തെ കിട്ടിയ സ്വീകാര്യതയെക്കാട്ടി കൂടുതൽ ആ ഷോയിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ്. എവിടെയാ ദേവൻ്റെ വീട്? ഞങ്ങൾ മാവേലിക്കരക്കാരാണ്. പിന്നെ ഇടുക്കി മാവേലിക്കരയൊക്കെയായിട്ട് ഇങ്ങനെ നിൽക്കും. യമുനയോ? എൻ്റെ കൊല്ലമാണ് ശരിക്ക്. ജനിച്ചു വളർന്ന ഇവിടെ അല്ല ചേട്ടാ, ഞാൻ ജനിച്ചു വളർന്ന അരുണാചൽ പ്രദേശിലാണ്. 12 വയസ്സ് വരെ അവിടെയായിരുന്നു. അതിന് ശേഷമാണ് കൊല്ലത്തേക്ക്. അമ്മയുടെ നാട് കൊല്ലമാണ്, കൊല്ലം ടൗണിൽ തന്നെയാണ്. പിന്നുള്ള എല്ലാം കൊല്ലത്തായിരുന്നു, പഠിത്തവും എല്ലാം. ശരിക്കുള്ള പേരും അരുണേന്നാ. ശരിക്കുള്ള ഒഫീഷ്യൽ നെയിം അരുണേന്നാ. എൻ്റെ അച്ഛൻ ജനിച്ചപ്പോൾ എനിക്ക് ഇട്ട പേര് അരുണേന്നാ. അച്ഛൻ ജനിച്ചപ്പോൾ? അല്ല, സോറി, ഞാൻ ജനിച്ചപ്പോൾ അച്ഛൻ ജനിച്ചപ്പോൾ ഞാനിട്ട പേര്. കാലമാണേ, അതൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഈശ്വര, ഡാഡി എന്നോട് പുറക്കൂ. അല്ല, ഞാൻ ജനിച്ചപ്പോൾ ഡാഡി ഇട്ട പേര് അരുണേന്നാ. പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പോൾ പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ, സിനിമകൾ ചെയ്യുന്നുണ്ട് ഇപ്പം. 1-2 പടങ്ങളൊക്കെ. ഏതൊക്കെയാണ് പുതിയത്? ഒരെണ്ണം കുരുക്കെന്ന് പറഞ്ഞ ഒരെണ്ണം റിലീസായി, ഇപ്പോൾ ഷൂട്ട് നടക്കുന്നു. പേരിട്ടിട്ടില്ല, അത് തന്നെ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുന്ന. പേരെന്താ? പേരിട്ടിട്ടില്ല. ദേവൻ സർ സൈക്കോ തെറാപ്പിസ്റ്റ് ആയിരുന്നു അമേരിക്കയിൽ. അതെ അതെ. ഞാൻ സോഷ്യൽ വർക്കറായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് ഗ്രാജുവേറ്റ് ചെയ്ത് സൈക്കോ തെറാപ്പിസ്റ്റ് ആയി. എന്താണ് സത്യത്തിൽ സൈക്കോ തെറാപ്പിയിലൂടെ നിങ്ങൾ ചെയ്യുന്നത് പൊതുവെ? സാധാരണ മനുഷ്യർക്ക് വി കനോട്ട് ഗിവ്, ഐ കനോട്ട് പ്രിസ്ക്രൈബ് മെഡിക്കേഷൻ. അതൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ സംസാരിച്ചുകൊണ്ട് നമുക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ ഒരു സൈക്യാട്രിസ്റ്റ് എന്തായാലും ഡ്യൂട്ടിയിലുണ്ടാവും. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നാൽ അവരെ ഇൻടേക്ക് ഇൻ്റർവ്യൂ നടത്തുക, പിന്നെ അവർക്ക് മെഡിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുക്കും. കൂടുതൽ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് എന്ന് പറയാം, അല്ലേ? കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പൊതുവെ പറയുന്ന ഒരു പേരാണ് കൗൺസിലിംഗ് അല്ല. പക്ഷേ സൈക്കോ തെറാപ്പി കുറച്ചുകൂടി ഇൻഡെപ്ത്. എനിക്ക് ഈ പറഞ്ഞ കുറച്ച് ഡിപ്രഷനും അങ്ങനത്തെ ഒരു സ്റ്റേജിലൊക്കെ ഞാൻ പോയി സൈക്യാട്രിസ്റ്റിനെ കാണുകയും ചെയ്തു. ഇതേപോലെ സൈക്കോ തെറാപ്പിസ്റ്റിനെ കണ്ടിട്ട്, ഇവിടെ നമ്മൾ സൈക്കോളജി എന്നാണ് പറയുന്നത്, ഈ തെറാപ്പി എന്നൊക്കെ ഉള്ളത് ഞാൻ ചേട്ടൻ വരുമ്പോൾ അറിയുന്നത്, അങ്ങനെ ഒരു ടെക്നിക്കൽ നെയിമുണ്ടെന്ന് കണ്ടിട്ട് അവരെന്നെ സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്തിട്ട് ഇതുപോലെ ഉറക്കക്കുറവും അങ്ങനെ മാനസിക കുറേ പ്രശ്നങ്ങൾ, അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഒക്കെ തന്നിട്ട് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ആ ഡോക്ടർ തന്നെ പറഞ്ഞ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല യമുനയുടെ മൈൻഡ് ചേഞ്ച് ചെയ്ത് പലതിലേക്കും ഡൈവേർട്ടാക്കി അതിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ കുറേ മാറ്റം വരും, അത് ഈ മെഡിസിൻ ഇങ്ങനെയൊന്നും എടുക്കരുതെന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്തു. പക്ഷേ ദേവേട്ടനായിട്ട് പിന്നീട് സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയ ഒരു വലിയ, എന്നെ കുറേ കാലമായിട്ട് ഹോണ്ട് ചെയ്തൊരു വിഷയം തന്നെ പുള്ളിയായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് പുള്ളി ഒറ്റ സെൻറ്റൻസിൽ അത് എൻ്റെ ആ പ്രോബ്ലം തീർത്തു തന്നു. പക്ഷേ എൻ്റെ ബി പി കൂടി, അത് വേറെ ചെറിയ വ്യത്യാസം അല്ല. അപ്പം അത്രയും ഡെപ്തായിട്ട് പുള്ളി അത് നമ്മൾ വലിയ ഞാൻ കുറച്ച് സീരിയസ് ആളാണ്. ഈ കറണ്ടിയാറിന് അടച്ചോന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ചിരിയൊക്കെ പോകും. ഭയങ്കര സീരിയസ് ആയി. കറണ്ടിയാറിനൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര സീരിയസ് ആയി. അങ്ങനെ എപ്പോഴും ചിരിക്കത്തൊന്നുമില്ല. അങ്ങനല്ല, ഞാൻ കുറച്ച് എല്ലാത്തിനെയും കുറച്ച് ഗൗരവമായി കാണുന്ന ഒരാളാണ്. പക്ഷേ ദേവേണ്ണൻ എത്ര വലിയ സീരിയസ് പ്രശ്നത്തെയും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തത് ക്ലിയർ ആക്കുന്ന കാണാം. പക്ഷേ എന്നെ കൊണ്ടത് പറ്റത്തില്ല, അങ്ങനെ ലാഘവത്തിൽ വലിയ സംഭവമൊന്നും എടുക്കാൻ.